മുഖ്യമന്ത്രിക്കായുള്ള തിരച്ചിൽ കോൺഗ്രസിൽ തുടരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വീണ്ടും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മുൻ KPCC അധ്യക്ഷന്മാരാണ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് ഹൈക്കമാൻഡിൽ ധാരണ. മുല്ലപ്പള്ളി, K സുധാകരൻ, K മുരളീധരൻ, MM ഹസൻ, VM സുധീരൻ അടക്കമുള്ള നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, വലിയ തോതിലുള്ള ചർച്ചകൾ, വലിയ തോതിലുള്ള കൂടിയാലോചനകൾ, ഇപ്പോൾ അവസാനം KPCCയുടെ മുൻ അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സാഹചര്യം? എന്താണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത്? ഷമി, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ഒരാഴ്ച കഴിയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആകാംക്ഷയും ജിജ്ഞാസയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ആകെ ഇതിൽ എന്താണ് അന്തിമ തീരുമാനം വരിക എന്ന തരത്തിലുള്ള അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഷമ്മി മുഖവരിയായി പറഞ്ഞ കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിക്കുന്ന നേതാക്കൾ KC വേണുഗോപാൽ, ഒപ്പം തന്നെ VD സതീശൻ, ഒപ്പമാണ് രമേശ് ചെന്നിത്തല. ഇവരുമായി കൂടിക്കാഴ്ച നടത്തി, ഖാർഗെ അടക്കം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇവർ മടങ്ങി വന്നത്. അവർ മടങ്ങി നാട്ടിലെത്തുമ്പോഴേക്കും ഇപ്പോൾ പുതിയ നേതാക്കളെ, മുൻ KPCC അധ്യക്ഷന്മാരെയെല്ലാം വീണ്ടും AICC ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളതാണ്. ആ ചർച്ചകൾ പൂർത്തീകരിച്ചു എന്ന പ്രഖ്യാപനത്തിന് മുമ്പുള്ള ആശയവിനിമയമാണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, എന്നാൽ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും, പുതിയ ഫോർമുല ഉണ്ടാക്കേണ്ടി വരും, അങ്ങനെയാണ് ചർച്ച റീഓപ്പൺ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് വേഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതല്ലാതെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് തുടർ പ്രതികരണങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടുമില്ല. ഈ അവകാശവാദം ഉന്നയിക്കുന്ന നേതാക്കൾ അവരും വ്യക്തമായ അതിന് ശേഷം ഈ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കരുതെന്നും പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ശേഷം അവരും കാര്യമായ പ്രതികരണം നടത്തുന്നില്ല. ഇന്ന് രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ വേഗം വരും, ഇനി മറ്റു തരത്തിലുള്ള ചർച്ചകൾ ഇനിയില്ല, ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ് ഇനി പ്രഖ്യാപനം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ വൈകിട്ടായതോടെ വീണ്ടും മുൻ KPCC അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ഹൈക്കമാൻഡിന് ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ശക്തമായ സമ്മർദ്ദമാണ്. ആ ശക്തമായ സമ്മർദ്ദം ഒരു സാമൂഹ്യ സാഹചര്യം കൂടി ഒരുക്കിയെടുത്തിട്ടുണ്ട്. അത് VDക്ക് അനുകൂലമായിട്ടാണ് കേരളം എന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വലിയ തരത്തിലുള്ള പ്രചരണമുണ്ട്. ഒപ്പം തന്നെ മറുഭാഗത്ത് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് KC വേണുഗോപാൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് ഘടകകക്ഷി നേതാക്കളടക്കം പറയുന്നു. ജനം എതിരാവും, ജനസ്വീകാര്യനല്ല KC എന്ന തരത്തിലുള്ള പ്രചരണമാണ് VD സതീശൻ അനുകൂലികൾ നടത്തുന്നത്. അവർ വ്യാപകമായ പ്രചരണം നടത്തുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ അറ്റാക്കാണ്. ഓരോ നേതാക്കളും, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ പോലും സോഷ്യൽ മീഡിയയിൽ VDക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുന്നു, കാര്യകാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട്. ഒരു തരത്തിലുള്ള പിടുത്തവും കിട്ടാത്ത തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മുഖ്യമന്ത്രിയെ 102 സീറ്റ് കിട്ടി അധികാരത്തെത്തിയ UDFന് അധികാരത്തിലെത്തി ഉടൻ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് നിമിഷങ്ങൾക്കകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞു. അതിൻ്റെ പ്രസ്താവനകൾ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയ സജീവമായി ഓടുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന് എന്തുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പ്രഖ്യാപനം വൈകുന്നു എന്ന ആശങ്കയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ഒരു വിഭാഗം നേതാക്കൾക്ക് സമാനമായ അഭിപ്രായമാണ്. ഇന്ന് രാവിലെ K മുരളീധരൻ പറഞ്ഞത് ഇത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇനി താമസിക്കില്ല എന്നതാണ്. ഇന്ന് രാവിലെ K മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ച് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു വിളിയും വന്നിട്ടില്ല. അവിടെ തന്നെ കാര്യങ്ങൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറി. ഈ നേതാക്കൾക്കെല്ലാം ദില്ലിയിൽ നിന്ന് വിളി വന്നു. എല്ലാ നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് യാത്രാ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പോവില്ല, ടെലഫോണിലായിരിക്കും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുക. ചർച്ചകളിൽ അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. K മുരളീധരൻ നാളെ രാവിലെ ദില്ലിയിലേക്ക് തിരിക്കുന്നുണ്ട്. MM ഹസൻ അടക്കമുള്ള നേതാക്കൾ അതായിരിക്കും ചെയ്യുക. VS സുധീരൻ നേരിട്ട് പോകുമോ, ദില്ലിയിലേക്ക് തിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാ നേതാക്കളുടെ മുന്നിലേക്കും മാധ്യമങ്ങൾ പോയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പ്രതികരണം അടുത്ത മിനിറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്രയും വലിയ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹൈക്കമാൻഡ് പോവുകയാണ്. ഒന്നാമത്തെ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നേരത്തെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ KCക്കായിരുന്നു പിന്തുണ. ആ പിന്തുണ ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റം വരുത്താനുള്ള സാഹചര്യമില്ല. പക്ഷേ ദില്ലിയിലേക്ക് വിളിച്ചപ്പോൾ നേതാക്കൾ നടത്തിയ ശക്തമായ വാദപ്രതിവാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഉന്നയിച്ചത് ഒരു തരത്തിലെ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന
ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് വി ഡി സതീശനാണ്. അതിനുശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള വല്ലാത്ത ക്യാമ്പയിനും ആരംഭിച്ചത്. അതുകൊണ്ട് പൊട്ടിത്തെറി ഒഴിവാക്കുന്നതിന് മുമ്പ് നേതാക്കളെ എല്ലാവരെയും കണ്ട് ഒരു അഭിപ്രായ സ്വരൂപണത്തിലേക്കായിരിക്കും ഹൈക്കമാൻഡ് പോവുക. അതുകൊണ്ട് ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് വേണ്ട, അതിന് പകരം മുൻ KPCC അധ്യക്ഷന്മാരോടക്കം വിളിച്ച് എല്ലാ തരത്തിലുള്ള ചർച്ചകളും പൂർത്തിയാക്കിയാണ് പ്രഖ്യാപനം നടത്തിയത് എന്നൊരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുൻ KPCC അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതെന്നാണ് സൂചന. ഇനി അവർ ദില്ലിയിലെത്തി ചർച്ചയിൽ പങ്കെടുത്ത ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഷമി, തീർച്ചയായും ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് മധ്യസ്ഥന്റെ റോള് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇത്തവണ ഇതിൻ്റെ അകത്തൊരു കളിക്കാരനായി ഒരു പ്ലെയറായി മാറുന്ന ഒരു കാഴ്ച KC വേണുഗോപാൽ എന്ന പേര് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി KC വേണുഗോപാലിനുള്ള ബന്ധം. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഹൈക്കമാൻഡ് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുക KC വേണുഗോപാലിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ KPCCയുടെ മുൻ അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നിർഭൻ, ഇതിനകത്ത് അതായത് ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറിയെ ഒന്ന് മിനിമൈസ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഈ ഓരോരുത്തരിലേക്കും ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഈ കൂടിക്കാഴ്ചയെ. ഷമ്മി, ഒരു കാര്യം ഷമ്മി ചോദിച്ചതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഇത് കൈവിട്ടു പോയിട്ടുണ്ട്. ഹൈക്കമാൻഡ് കയ്യിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടു പോയതൊരു പ്രശ്നമുണ്ട്. കാരണം അതിൽ പറ്റിയ പാളിച്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമ്മർദ്ദം, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സമ്മർദ്ദത്തിലേക്ക് കടക്കാനുള്ള കാരണം നിരീക്ഷകർ ഇവിടെ എത്തിയപ്പോൾ ദീപാദാസ് മുൻഷിയോട് PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ആവശ്യപ്പെട്ട് അവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയെന്നതാണ്. ആ കൂടിക്കാഴ്ചയെ അത് പ്രത്യേക തരത്തിലുള്ള ഒരു സമ്മർദ്ദ രീതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതോടുകൂടി ഇത് ബാലൻസ് ചെയ്യുന്ന, അതായത് സാധാരണ ഇത് ഈ പറയുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മറ്റ് ചർച്ചകളുടെ കാര്യമില്ല. ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിന് ഉചിതമായ തീരുമാനമെടുക്കാം. അതിന് പകരം രണ്ടാമത് നടത്തിയ ഈ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചില നീക്കങ്ങളുണ്ട്. ആ നീക്കങ്ങൾ വി ഡി സതീശന് അനുകൂലമാക്കി മാറ്റുന്നതിനും ഒരു സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ സാമൂഹിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദമായിരുന്നു. ആ സമ്മർദ്ദത്തിൽ അറിയാതെ ആയിരുന്നാലും ഹൈക്കമാൻഡ് വീണുപോയി. ആ ഘട്ടത്തിൽ നിരീക്ഷകർ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയത് സതുദ്ദേശത്തോടെയായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച ഒരു സന്ധി സംഭാഷണത്തിലെയും ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിർണായകമായ തീരുമാനങ്ങൾ മാറ്റം വരുത്താനുള്ള സമ്മർദ്ദമാക്കി ലീഗ് അതിനെ മാറ്റി. തൊട്ടു പിന്നാലെ മറ്റ് ഘടകകക്ഷികളും ഓരോരുത്തരായി എത്തി. തുടർന്ന് മാധ്യമങ്ങളെ കണ്ടു, തങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ദില്ലിയിലേക്ക് മടങ്ങിയെത്തുമ്പോഴേയും നേതാക്കന്മാർക്ക് വീണ്ടും കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ട അവസരം കിട്ടി. അതെല്ലാം വി ഡി സതീശൻ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. വി ഡി സതീശനുമായി ഏകദേശം 25 മിനിറ്റോളം AICC നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ 3 പേരുള്ള ചർച്ചയിൽ അതിരൂക്ഷമായ വിമർശനമാണ് KC വേണുഗോപാലിനെതിരെ വി ഡി സതീശൻ ഉന്നയിച്ചത് എന്നതാണ് ലഭിക്കുന്നത്. മാധ്യമ പ്രവർത്തകൻ KJ ജേക്കബ് കൂടി ചേരുകയാണ്. ശ്രീ KJ ജേക്കബ്, ഇന്ന് 7 ദിവസമാകുന്നു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം. ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകണം എന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഘടകകക്ഷികളടക്കം പറയുന്നു നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ഭൂരിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ പോലും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞു. കേരളത്തിൽ അത് കഴിയുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിന് എന്ത് പരിഹാരമുണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഹൈക്കമാൻഡിനോ KPCCക്കോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുക? അതാണ് ഇപ്പൊ നമുക്ക് പിടികിട്ടാതെ പോകുന്ന അതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജനങ്ങൾ അവരുടെ തീരുമാനങ്ങൾ പറഞ്ഞു, ഒരു സർക്കാർ ഉണ്ടാക്കണം. ഇത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ബാധ്യതയാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു സംസ്ഥാനമാണ്, അവിടെ ഒരു സർക്കാരിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഒരു മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ. അപ്പൊ ഈ സർക്കാരിനെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഒരു കൂട്ടരോട് അധികാരം കൊടുത്തതും. അതിലൊരു റീസണബിൾ ടൈമൊക്കെ കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ഈ രാജ്യത്ത് ആ പാർട്ടിയെ ഇല്ലാതെയാക്കിയെന്നുള്ളതിന്റെ ഓരോരോ തെളിവുകളാണ്. ഇതിപ്പോ ഇവിടെ ഞാനിപ്പോ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവർക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും.
പല കോൺഗ്രസ് നേതാക്കൾ ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ രാഷ്ട്രീയ ഇപ്പം നമുക്കുള്ളതുപോലെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്ത മനുഷ്യർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവാണ്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും കോൺഗ്രസിന് യാതൊരു ധാരണയില്ല. ഞാനിപ്പോ കാണുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ പിടിവലിയും അവകാശവാദങ്ങളും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്. പക്ഷെ ഇതില് കേരളത്തിലെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാർ അതൊരു ഗംഭീര ചാൻസ് ആയിട്ട് കണക്കാക്കി അവർ രണ്ടു വശത്തും കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് അതിൻ്റെ അകത്ത് അപകടം നിറഞ്ഞ രാഷ്ട്രീയ അവസ്ഥ. അതാണ് ഈ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പരിഗണിക്കപ്പെടുന്ന നേതാക്കന്മാരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും വർഗീയപരമായി ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് ഒരാൾക്കും ആക്ഷേപമില്ല. പിന്നെ എങ്ങനെയാണ് അവരെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൈക്കലാക്കണം എന്നുള്ള മട്ടോടുകൂടി വർഗീയ ശക്തികൾ രണ്ടു വശത്തു നിന്ന് വർത്തമാനം പറയുന്നത്? അതിന്റെ അപകടം കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട സർക്കാരിന്റെ സേവനത്തിന് ഭംഗം വരുന്നു. ഒന്ന്. രണ്ട്, നാടിന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കുമില്ലാത്ത കേരളം മാറ്റി നിർത്തിയ വർഗീയവാദികൾ കോൺഗ്രസിനെ വെച്ച് കളിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും കോൺഗ്രസ് ഈ നാട്ടിലെ മനുഷ്യരോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തരാഹിതമാണ്. ഇതൊന്നും ശരിയായ കാര്യമല്ല. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് നാടിനൊരു ഭരണം കൊടുക്ക്. നിങ്ങളെ വെച്ച് കളിക്കാൻ വർഗീയവാദികളെ അനുവദിക്കാതിരിക്കുക. അതിനൊക്കെ ഉള്ള ഒരു മിനിമം ഉത്തരവാദിത്വം കോൺഗ്രസ് നാട്ടുകാരോട് കാണിക്കണം. വളരെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കണം എന്നുള്ള ആരും ആവശ്യപ്പെടുന്നു. പക്ഷെ അനന്തമായിട്ട് പോകുന്നു. ഇപ്പം ശ്രീമതി ദീപാദാസ് മുൻഷിയോട് ഇന്നലെ മിനിയാന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ പറയാണ് മെയ് 23 വരെ സാധിച്ച് ഇനി 2 ആഴ്ച കൂടി സമയമുണ്ട് എന്നൊക്കെ. അവരെന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഒരു സംസ്ഥാനത്ത് മറ്റ് പല സംസ്ഥാനങ്ങളും പോലെയല്ല. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ റോളുള്ള ഒരു സർക്കാരുള്ള ഒരു സംസ്ഥാനമാണിത്. ഇവിടെ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട്. ഇവിടെ മനുഷ്യർക്ക് പല വിധത്തിലുള്ള സേവനങ്ങളും സഹായങ്ങളും ആവശ്യമുണ്ട്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. അതിന് ഒരു തീരുമാനം എടുക്കാൻ ഇപ്പൊ കാവൽ മന്ത്രിസഭ ഉണ്ടെങ്കിൽ കാവൽ മന്ത്രിസഭയ്ക്ക് അടിയന്തര ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. അവർക്ക് വേറെ ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ തീരുമാനം എടുക്കണമെങ്കിൽ പുതിയ നിയമസഭയുടെ ഉത്തരവാദിത്തമുള്ള നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള മറ്റൊരു മന്ത്രിസഭ വന്നേ അവർക്ക് നയപരമായ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റൂ. ഇതിങ്ങനെ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ചെയ്യുക എന്നുള്ളതിൽ ഖേദകരമാണ്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, വലിയ ഭരണ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അതൊന്നും ഇല്ലാത്ത പോലെ കോൺഗ്രസ് ഇങ്ങനെ പെരുമാറരുത്. തമിഴ്നാട്ടിൽ ഭൂരിപക്ഷമില്ലാത്ത വിജയിക്ക് പോലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചാടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നണിയെ പോലും DMKയോട് ഒരു വാക്ക് പോലും പറയാതെ ചാടിപ്പോയി അവിടെ പോയി സർക്കാർ ഉണ്ടാക്കി. എന്നാൽ പിന്നെ ഭൂരിപക്ഷമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതൊരു കേരളത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ജേക്കബ്, താങ്കൾ പറഞ്ഞതുപോലെ ഈ 3 പേര്, ഇപ്പോൾ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും അവരുടെ ഒരു മതേതര ക്രെഡൻഷ്യലിൽ ഒരാൾക്കും സംശയമില്ല. ആരും ഈ പറയുന്നത് പോലെ അക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഉയർത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ വെച്ചാൽ അതിലൊരു പോരായ്മ പറയാൻ വേണ്ടി കഴിയുകയില്ല. അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ ചില വർഗീയ കക്ഷികൾ ഒരു പക്ഷം ചേരുകയാണ്, ഇന്നയാൾ മതി എന്നൊരു തിട്ടൂരം അവർ ഇറക്കുകയാണ്. ആ തിട്ടൂരം ഇറക്കുന്നതിൻ്റെ വലിയ പ്രത്യാഘാതം കേരളീയ സമൂഹത്തിൽ ഉണ്ടാകും. ഇന്നയാൾ മതി എന്ന് ചില വർഗീയ സംഘടനകൾ നൽകുന്നു. ഞങ്ങളാണ് കിങ് മേക്കേഴ്സ്, ഞങ്ങളുള്ളത് കൊണ്ടാണ് UDFന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്, ഞങ്ങൾ സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ വിജയം, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഞങ്ങൾ പറയും, മന്ത്രിമാരെ ഞങ്ങൾ പറയും, ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ ഭരിക്കണം എന്നൊരു തിട്ടൂരം കോൺഗ്രസിന് നൽകുന്നു എന്നൊരു പൊതുബോധം വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് താങ്കൾ പറഞ്ഞതുപോലെ വലിയ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകില്ലേ ശ്രീ ജേക്കബ്? ഇന്നിപ്പം ഞാൻ കണ്ടു. അപ്പൊ ഒരു RSS അനുകൂല ഒരു ID അയാൾ പറയുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം സതീശനെ അങ്ങ് അപഹസിക്കുകയാണ്. സതീശൻ മുസ്ലിം ലീഗിന്റെ തടവുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപഹസിക്കുകയാണ്. സതീശൻ മുസ്ലിം ലീഗിന്റെ തടവുകാരനൊന്നുമല്ല. സതീശൻ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഇതിനു മുമ്പ്
വേണുഗോപാൽ ആണെങ്കിൽ തെരുവിലിറക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പോസ്റ്റ്. അതാണ് ഞാൻ പറയുന്നത്. അതായത് കോൺഗ്രസ് വളരെ ന്യായമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കാത്തത് കൊണ്ട് എല്ലാ വഷള് വർത്തമാനങ്ങളും ഇനിയിപ്പോ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും ഇതേ മട്ടിലാണ് വ്യാഖ്യാനിക്കപ്പെടാൻ വേണ്ടി പോവുക. KC വേണുഗോപാൽ ആണ് എങ്കിൽ അത് ഒരു സമുദായത്തിന് അനുകൂലമായിട്ടും മറ്റൊരു സമുദായത്തേതായിട്ടും എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കപ്പെടും. ഇദ്ദേഹമാണെങ്കിലും ശ്രീ സതീശനാണെങ്കിലും ഇതേ വ്യാഖ്യാനം ഉണ്ടാവും. രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇവരാരും അടങ്ങി നിൽക്കത്തില്ല, എല്ലാവരും ഇറങ്ങും. ഇത് നമുക്കിത് കൊണ്ട് കൊളുത്തിവിടാൻ വളരെ എളുപ്പമാണ്. ഇത്തരം അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. RSSും BJPയും 24/7 എന്ന മട്ടിൽ കേരളത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എങ്ങനെ, കാരണം അവർക്കൊരു കേരളത്തിൽ ഒരു ഫുട് ഹോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തെ ഇനി വർഗീയമായിട്ട് വിഭജിക്കണം. അതിനു വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരുമില്ല, അതല്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങളുടെ പേരിലാണ്, അല്ലെ മുസ്ലിം ലീഗാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇങ്ങനത്തെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അവരവിടെ ഇരിക്കുകയാണ്. ഇപ്പുറത്ത് ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി പക്ഷം പിടിക്കാത്ത മുസ്ലിം ലീഗ് പോലും ഇത് പക്ഷം പിടിക്കുകയാണ്. ഇതിന്റെ ഒരു മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിട്ട് അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് അവരുടെ അണികളോട് ഉത്തരം പറയേണ്ടതുണ്ട്. ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും നാടിനെയും മുഴുവനും ആശങ്കയിലാക്കുന്നതാണ്. ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഇത് സർക്കാർ ഞാനിപ്പോ നേരത്തേക്ക് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒരാഴ്ച കഴിഞ്ഞാലും ഇത് തലപോകുന്ന കേസൊന്നുമല്ലോ എന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വരുന്ന വാർത്തകൾ പ്രകാരം ട്രഷറിയിൽ പലയിടത്തും ഇടപാടുകൾ മുടങ്ങി, സർക്കാരിന്റെ സാധാരണ പരിപാടികൾ പലതും മുടങ്ങുന്നു. അത് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് നേതൃത്വം അത് മനസ്സിലാക്കണം. ഈ നാട്ടുകാരുടെ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ അധികാരത്തിൽ ഏൽപ്പിച്ചതെന്നും കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ അവരെ അധികാരം ഏൽപ്പിച്ച 10 വർഷത്തിന് ശേഷം ഭരിക്കാൻ അവർക്ക് അവസരം കൊടുത്ത നാട്ടുകാരോട് അവർക്കൊരു മിനിമം ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് അവരെ കാണിക്കണം. അത് കാണിച്ചേ പറ്റൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ബില്ല് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർ സൈൻ ചെയ്യും. കാരണം ബില്ല് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് നിയമസഭയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവാദിത്തം. അതാണ് ഭരണഘടനാപരമായിട്ടൊരു നിലപാട്. പരമാവധിയായി ഒരു പ്രാവശ്യം തിരിച്ചയക്കാം, അതിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിന്റെ ഞാൻ സൈൻ ചെയ്യല്ല, ഞാൻ കൊട്ടയ്ക്കകത്ത് എടുത്തു, ഞാനിത് അട്ടിപ്പുറത്ത് കയറി ഇരിക്കുകയാണ് എന്ന് ഗവർണർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന പോലെയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി, ഞങ്ങൾക്ക് ഭരിക്കാൻ സൗകര്യമില്ല, ഞങ്ങൾ ആളെ ഇപ്പൊ തെരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒരു പാർട്ടി അല്ലത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികളുണ്ടായിരുന്ന പാർട്ടിയാണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്. അവർ വന്നിരുന്നിട്ടാണ് ഈ പണി കാണിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തെ അനിശ്ചിതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവകാശം അവർക്കില്ല. അവരത് മനസ്സിലാക്കണം. എത്രയും കേരളത്തിലെ നേതാക്കന്മാര് കോൺഗ്രസ് നേതൃത്വത്തോട് പറയേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടമുള്ള തരത്തിലുള്ള എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് എന്നാ പിന്നെ 102 നിയോജക മണ്ഡലങ്ങളിൽ ആൾക്കാരെയും തിരിച്ചു വിട്ടിട്ട് MLA-മാരെല്ലാം രാജിവെച്ചിട്ട് രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പറയാം. അമ്മാതിരിയുള്ള തോന്നിയാസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇനി ഇവരുടെ കൺസൾട്ടേഷൻ പ്രോസസ് അങ്ങനെ അൺഎൻഡിങ് ആയിട്ട് പോകണം. പിന്നെ നാട്ടുകാരോട് തന്നെ ചോദിക്കും, ഈ 102 നിയോജക മണ്ഡലങ്ങളിലെ ആൾക്കാരോട് ചെന്ന് ശ്രീ KJ ജേക്കബ്, കോൺഗ്രസ് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവർക്ക് എന്തോ മനസ്സിലാവാതെ പോയ ഒരു കാര്യം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം എന്ന നാമമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം കൈയാളുന്നില്ല. ഒരു സംസ്ഥാനത്തും അവർക്ക് മന്ത്രിമാരോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ളതുപോലെ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി മാറുന്നില്ല. 5 മന്ത്രിമാർ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സ്വാഭാവികമായും കേരളത്തിൽ സംഘപരിവാറിന് അവരുടെ വിത്തിടാനും അത് വിളവെടുക്കാനുമുള്ള എല്ലാ അവസരവും ഉണ്ട് എന്ന വസ്തുത കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം സംഘപരിവാർ എടുക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാലും അതിൽ നിന്ന് എങ്ങനെ വിളവെടുക്കണം എന്ന് വളരെ കൃത്യമായി അവർക്കറിയാം. അവർ വിളവെടുക്കുകയും ചെയ്യും. അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് മാറിയപ്പോഴേക്കും
നമുക്കറിയാം ഒരു 2014 വരെയോ 19 വരെയോ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അധികാരം കൈയാളിയാലും അതിനെ അത്രയ്ക്ക് ഇത്രയ്ക്ക് മാത്രമേ കേരളീയ സമൂഹം കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇനിയുള്ള കാലം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ കക്ഷിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം ഈ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വളരെ വലിയ തോതിൽ, അതായത് പിന്നെ മലപ്പുറത്തടക്കമുള്ള അവരുടെ പ്രകടനങ്ങളെ പണ്ട് അവർ വ്യാഖ്യാനിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ പറപ്പോൾ കേരളത്തിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളെ 2 പക്ഷത്തായി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് കളിക്കുന്ന ഈ കളി, അത് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഒരു അധികാര പാർട്ടിയായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഞാൻ സത്യത്തിൽ അത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരോടാണ് പറയാനുള്ളത്. ഈ ഉത്തരവാദിത്വം കോൺഗ്രസിനോ UDF-നോ ഇവർക്കത് മനസ്സിലാവില്ല, അവർക്കതിൽ ഉത്തരവാദിത്വമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സമൂഹം വീണ്ടും വിഭജിക്കപ്പെടുമ്പം അവർക്കൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ മതി. CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ട്, അതാണ് ഈ കാണുന്നത് എന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ കോൺഗ്രസ്സുകാരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന മനുഷ്യരുമാണ് ഇതിനെ ശരിക്കും സൂക്ഷിച്ച് കാണേണ്ടത്. ഇത്തരം നമ്മുടെ സമൂഹത്തിൽ വരാൻ വേണ്ടി പോകുന്ന ഓരോ കാര്യങ്ങളെയും, ഓരോ ചലനങ്ങളെയും, ഓരോ പേരിനെയും വർഗീയമായി കാണുന്ന ഒരു സംഭവം കേരളത്തിൽ വരാൻ വേണ്ടി പോവാണ്. ഇതിന്റെ ഇടയ്ക്കൂടെ ശുദ്ധമായ വർഗീയത കളിക്കുന്ന മാന്യന്മാരുണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കുക, അവർക്കെതിരെ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു ഭാഗം. പക്ഷെ ന്യായമായിട്ട് നടക്കേണ്ട, സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളെ പോലും, ഇപ്പൊ കോൺഗ്രസിന് ഒരു നിയമസഭാ കക്ഷി നേതാവ് ഉണ്ടാവുക എന്നുള്ളത് ന്യായമായി നടക്കേണ്ട കാര്യമാണ്. ആ കാര്യത്തെ പോലും വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അത് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പാണ്, UDF-ന്റെ കയ്യിലിരിപ്പാണ്. അതിൽ ഞങ്ങൾക്കൊരു റോളില്ല എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളത്. നമ്മൾക്കതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ എടുക്കുന്ന കാര്യങ്ങളെ വർഗീയമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളെ ഇടതുപക്ഷം ചെറുക്കേണ്ടി വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. കോൺഗ്രസ്സുകാർക്ക് അതൊക്കെ ഞങ്ങളെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ അടിമകളുടെ പാർട്ടിയല്ല എന്നൊക്കെ അവർക്ക് പറഞ്ഞ് വളരെ എളുപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും കൂടി ഉള്ളത് കാരണം അവർക്ക് എന്ത് പറഞ്ഞും അവർക്ക് കൈ കഴുകാം. ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അവരെക്കുറിച്ച് കോൺഗ്രസിന് പ്രത്യേകിച്ച് ആകുലതകളൊന്നുമില്ല. അവരെക്കുറിച്ച് ആകുലത ഉണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഭരണം ഉണ്ടായിട്ടുണ്ടായിരുന്നേ. സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ ഇന്നൊരു ഭരണമുണ്ട്, ഇന്നൊരു മുഖ്യമന്ത്രിയുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഞാനതിൽ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇത് ഈ സമൂഹത്തെ വിഭജിക്കാനുള്ള RSS-ന്റെയും 2 തരത്തിലുള്ള മതവർഗീയവാദികളുടെയും ശ്രമങ്ങൾക്കെതിരെ കേരള സമൂഹത്തെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്നതിലും കൂടെ പരിഹാരം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിന്റെ തലയിൽ വന്നു ചേരും എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് കാണുന്നത്. നന്ദി ശ്രീ KJ ജേക്കബ് പ്രതികരിച്ചത്. നിർഭൻ തുടരുകയാണ്. നിർഭൻ, ഇപ്പോൾ AICC-യുടെ ചില രഹസ്യ നിരീക്ഷകർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവർ പൊതുജന അഭിപ്രായം തേടി ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന് പറയുന്നു. എന്താണ് അത് സംബന്ധിച്ച വിശദാംശം? തീർച്ചയായും വളരെ രഹസ്യമായി കേരളത്തിൽ നിന്നുള്ള പൊതുജന അഭിപ്രായം തേടുന്നതിന് വേണ്ടി രഹസ്യ നിരീക്ഷകരെ കൂടി ഇപ്പോൾ AICC കേരളത്തിലേക്ക് നിയോഗിച്ചു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷനായി നമുക്ക് പ്രേക്ഷകർ മുന്നിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തൊക്കെ ഒരു കോൺഗ്രസ് പാർട്ടി അവരുടെ 102 MLA-മാരെ UDF വിജയിപ്പിച്ച് എടുത്തിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മാരത്തോൺ ചർച്ച ദില്ലിയിൽ നടത്തുന്നു. ആ ദില്ലിയിൽ നടത്തി ചർച്ചകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന നേതാക്കൾ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. അതെല്ലാം കാത്തിരിക്കുമ്പോഴാണ് വീണ്ടും മുൻ KPCC അധ്യക്ഷന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നത്. അത് നാളെ വീണ്ടും മാരത്തോൺ ചർച്ച നടക്കും. കാരണം ഇന്നത്തെ രാത്രിയോടുകൂടിയായിരിക്കും നേതാക്കൾ അവിടെ എത്തുക. ആരൊക്കെയാണ് നേരിട്ട് ചർച്ച നടത്തുക, ആരോടാണ് ടെലഫോണിൽ ആശയവിനിമയം നടത്തുക, പലതരത്തിലുള്ള അഭിപ്രായ സ്വരൂപണത്തിനും വേണ്ടിയുള്ള ശ്രമം AICC നടത്തുമ്പോൾ ഇങ്ങനെ രഹസ്യമായി വിവരങ്ങൾ കേട്ടും ചോദിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷാഡോ ഏജൻറ്റുമാരെ കൂടി AICC കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നതാണ്. അത് വിവിധ തലങ്ങളിൽ മാധ്യമപ്രവർത്തകരോട്, ഒപ്പം തന്നെ സാധാരണ മനുഷ്യരോട്, ജനങ്ങളോട്, പാർട്ടി പ്രവർത്തകരോട് ഒക്കെ തന്നെ പൊതുവായി കേരളത്തിൻ്റെ ഒരു വികാരം മനസ്സിലാക്കി അതുകൂടി AICC-യുടെ അന്തിമ തീരുമാനത്തിൽ അത് ഏത് തരത്തിലാണ് ജനങ്ങളുടെ വികാരമെന്ന് മനസ്സിലാക്കി ആ തീരുമാനത്തെ കൂടി
ഈ അന്തിമ തീരുമാനം വരുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് AICCയുടെ ശ്രമമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നാളെ ആയിരിക്കും ഈ നേതാക്കളെല്ലാം ദില്ലിയിൽ എത്തിച്ചേർന്നാൽ മുൻ KPCC അധ്യക്ഷന്മാരോട് ചർച്ച നടത്തുക. പ്രധാനപ്പെട്ട 4 മുൻ KPCC അധ്യക്ഷന്മാർ നേരത്തെ AK ആൻ്റണിയോട് നിരീക്ഷകർ ആശയവിനിമയം നടത്തിയിരുന്നു. AK ആൻ്റണി ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വീണ്ടും ടെലിഫോണിൽ ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചതിനാൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനോ അദ്ദേഹവുമായി തിരിച്ച് നിരീക്ഷകരെത്തി വീണ്ടും ഒരു ആശയവിനിമയത്തിനോ സാധ്യതയില്ല. അദ്ദേഹമായി കഴിയുമെങ്കിൽ AICCയുടെ പ്രതിനിധികളൊക്കെ തന്നെ ടെലിഫോണിൽ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും VS സുധീരനും ഒപ്പം തന്നെ ഈ K മുരളീധരനും M ഹസനും അടക്കമുള്ള നേതാക്കളാണ്. ഇതിൽ K മുരളീധരൻ നാളെ രാവിലെ പോകും. മുല്ലപ്പള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, പോകാൻ കഴിയില്ല. അദ്ദേഹം ടെലിഫോണിൽ വിവരങ്ങൾ കൈമാറും. ഓൺലൈനായി ഈ യോഗം ചേരുകയും അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മാരത്തോൺ ചർച്ചകൾ കൊണ്ടും ഹൈക്കമാൻഡിന് എടുക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൊണ്ട് ഈ പറഞ്ഞ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 63 MLA-മാരിൽ എത്ര പേരാണ് ആർക്ക് വേണ്ടിയാണ് കൈ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ള മുഴുവൻ കണക്ക് രേഖകളും മുഗൾ വാസിക്കിൻ്റെ കയ്യിലും അജയ് മക്കൻ്റെ കയ്യിലുമുണ്ട്. അത് ഹൈക്കമാൻഡിന് സമർപ്പിക്കുകയും ചെയ്തു. കാര്യകാരണ സഹിതം അടക്കം വിശദാംശങ്ങളടക്കം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റ് 2 സംസ്ഥാനങ്ങളിൽ തീരുമാനിച്ചതുപോലെ വേഗം ഹൈക്കമാൻഡിന് ഇതിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതാണ്. ചില സമ്മർദ്ദങ്ങളെ ഇപ്പോൾ ഹൈക്കമാൻഡും ഭയക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. മുൻപുള്ള ഹൈക്കമാൻഡിൻ്റെ നിലപാടനുസരിച്ച് ഈ ഹൈക്കമാൻഡ് ഇങ്ങനൊരു AICC നിരീക്ഷകരെ നിയോഗിച്ചാൽ അവരുടെ അഭിപ്രായ സ്വരൂപണം കഴിഞ്ഞാൽ പിന്നെ മറ്റ് ചർച്ചകളിലേക്ക് പോകാറില്ല. പക്ഷേ കേരളത്തിലെ നേതാക്കളെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിളിച്ചു അവരെ ബോധ്യപ്പെടുത്തി പറഞ്ഞയച്ചു. തീരുമാനങ്ങളെല്ലാം ആയി എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയടക്കം നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനങ്ങളായിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് വീണ്ടും നേതാക്കൾ ദില്ലിയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സീക്രട്ടായിട്ടുള്ള ഏജൻറ്റുമാരെ കേരളത്തിലേക്ക് അയക്കുന്നത്. ഇനി എന്തും കാണേണ്ടി വരും. നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷ നേതാക്കൾ വച്ചു പുലർത്തിയിരുന്നു. ഇനി ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഇങ്ങനെ സീക്രട്ടായിട്ടുള്ള ഏജൻറ്റുമാരുടെ അഭിപ്രായ സ്വരൂപണം കൂടി നടത്തി എത്ര ദിവസം ഇനി നീണ്ടുപോകും എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഷമി, നിർഭൻ, ഇത്രയും കോംപ്ലിക്കേറ്റഡായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഹൈക്കമാൻഡിന് KC വേണുഗോപാലിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ അവിടെ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല. അതായത് വിട്ടുവീഴ്ചയ്ക്ക് ഏറ്റവും ഭംഗിയായി അതിന് ചെയ്യാൻ കഴിയുന്നത് ഹൈക്കമാൻഡിനാണ്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു തീരുമാനത്തിൽ. പക്ഷേ അവിടെ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല. അതൊരു വിഷയമല്ലേ അത്? ഷമി, ഇതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. വിട്ടുവീഴ്ച ആര് ചെയ്യുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കീഴ്വഴക്കം കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണല്ലോ ഈ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് കണക്കെടുത്ത് പോയത്. ഇനി അങ്ങനെ കണക്കെടുത്ത് പോയ ശേഷം ആ തീരുമാനം അട്ടിമറിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് ബാധകമായി മാറും. കാരണം DK ശിവകുമാറിനെ പോലെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഫണ്ട് മുഴുവൻ മുടക്കി കർണാടകയിൽ കോൺഗ്രസിന് എത്തിക്കുന്നതിന് നിർണായകമായി പങ്കുവഹിച്ച DK ശിവകുമാറിന് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റി നിർത്തേണ്ടി വന്നത്. തെലങ്കാനയിലെ തീരുമാനം അങ്ങനെയായിരുന്നു. മുമ്പ് സച്ചിൻ പൈലറ്റിനെ അല്ല തീരുമാനിച്ചു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ ഒരു നടപടിക്രമമാണ്. അതാണോ നടപ്പിലാക്കുന്നത്, രഹസ്യമായി മറ്റ് തീരുമാനങ്ങളാണോ നടപ്പിലാക്കുന്നത് എന്ന കാര്യത്തിൽ ബോധ്യമില്ല. പക്ഷേ ഹൈക്കമാൻഡ് പറയുന്ന ജനങ്ങളോട് വിശ്വസനീയമായ രീതിയിൽ പറയുന്നത് ഇങ്ങനെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെ ആയിരുന്നാലും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇത് കേരളത്തിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ KC വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ഫണ്ടെത്തിക്കുന്ന മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ഉറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ മുഴുവൻ സമയവും അദ്ദേഹം പൂർണ്ണമായ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള അകൽച്ച വലിയ തരത്തിലുള്ള അകൽച്ചയിലേക്ക് മാറി. കാരണം വ്യക്തിപരമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ മാറി. കഴിഞ്ഞ ദിവസത്തെ 25 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ VD സതീശൻ KC വേണുഗോപാലിനെ കൂടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് താൻ കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി പ്രവർത്തിച്ചു, KC വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ അധികാരത്തിൽ UDF വന്നിരിക്കുന്നു. അപ്പോൾ അധികാരത്തിൽ UDF വന്നപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് നേതാവിനാണോ മുഖ്യമന്ത്രി പദം കൊടുക്കുന്നത്, ഈ അധികാരത്തിലെത്തിക്കാൻ പ്രയത്നിച്ച നേതാവിനാണോ നിങ്ങൾ പദവി നൽകുന്നത് എന്ന ചോദ്യമാണ് VD സതീശൻ ചോദിച്ചത്. KC വേണുഗോപാലിനെ കൂടെ ഇരുത്തി അങ്ങനെ ഒരു ചോദ്യം VD സതീശൻ ചോദിക്കേണ്ട ഘട്ടത്തിലേക്കുള്ള അകൽച്ചയിലേക്കാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായി VD സതീശനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നത്. ഈ സംഘർഷത്തിൽ ആര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും? നടപടിക്രമങ്ങൾ പാലിച്ച്
ക്രമങ്ങൾ അട്ടിമറിച്ച് ഹൈക്കമാൻഡ് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെയും പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ നിലവിലുള്ള നേതാക്കളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ബോധ്യപ്പെടുത്തുക? അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഒന്നുകിൽ നേരത്തെ തന്നെ ഈ പറഞ്ഞ എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിലും ഈ ആരാണ് കോൺഗ്രസിനെ നയിക്കുന്ന കാര്യത്തിലും ആരാണ് വിജയിച്ചാൽ മുഖ്യമന്ത്രി ആകുക എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ധാരണ കേരളത്തിൽ ഉണ്ടാക്കണമായിരുന്നു. അല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തന്നെ ഇത്തരത്തിലേക്കുള്ള വിഴുപ്പലക്കിലേക്ക് തെരുവിലേക്ക് അതാത് PR ഏജൻറ്റുമാർ ഓപ്പറേഷൻ നടത്തി ജനങ്ങളെ പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഫ്ലക്സുകൾ വയ്ക്കുന്നതിന് മുമ്പ് ഈ സമയത്തെ ഒഴിയേണ്ട നേതാവ് ഒഴിഞ്ഞ് വേറൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണമായിരുന്നു. അതാണ് കൈവിട്ടു പോയി എന്ന് പറയുന്നത്. കൈവിട്ടു പോയ പ്രശ്നത്തെ AICC ഹൈക്കമാൻഡ് ഇനി എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഷമ്മി പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം മാധ്യമങ്ങളിലെല്ലാം ഈ PR എക്സസൈസ് ചെയ്യുന്നവർ പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്നതാണ് MLA-മാരിൽ നിന്ന്. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ചാൻസിലേക്ക് വരുന്നത്. അങ്ങനെ മുതിർന്ന നേതാക്കളോട് കൂടി അഭിപ്രായ ഐക്യം നടത്തുമ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തല എന്ന പേര് വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്ന BD സതീശന് പിന്നെ പിന്നോട്ട് പോകേണ്ടി വരും. കാരണം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA തന്നെയാണ്. രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ഇതുപോലെ പ്രതിപക്ഷ നേതാവ് പദവിയിലിരുന്ന് നയിച്ചയാളാണ്. അങ്ങനെയുള്ള അനുഭവ പരിചയം, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം, എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഇതേ ഘടകകക്ഷികൾക്ക് തന്നെ വീണ്ടും ചെന്നിത്തലയെ തള്ളിപ്പറയാനും കഴിയില്ല. ഇതേ വിരോധം KC-ക്കെതിരെ പറയുന്ന വിരോധം ചെന്നിത്തലയ്ക്കെതിരെ പറയാനും കഴിയില്ല. അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഷമ്മി. നൃപൻ, ഇപ്പോൾ നമുക്ക് പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി സമൂഹത്തിൽ നടക്കുന്ന ഒരു ചർച്ച, അതായത് ഈ രമേശ് ചെന്നിത്തലയ്ക്കും വേണുഗോപാലിനും അനുകൂലമായി ഒരു വിഭാഗം, PD സതീശന് പിറകിൽ മറ്റൊരു വിഭാഗം, അങ്ങനെ ഏതാണ്ട് ഒരു 2 വിഭാഗമായി നമ്മുടെ സമൂഹത്തെ വേർതിരിക്കുന്ന തരത്തിലേക്ക് ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ച പോയിരിക്കുന്നു എന്ന വലിയ അപകടകരമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ പറയുന്നത് പോലെ ഹൈക്കമാൻഡിന് പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഏത് ഭാഗത്തെ തള്ളും ഏത് ഭാഗത്തെ കൊള്ളും എന്നുള്ള കാര്യത്തിൽ ഏത് ഭാഗത്തെ തള്ളിയാലും ഏത് ഭാഗത്തെ കൊണ്ടാലും അത് കോൺഗ്രസ്സിന് വലിയ തരത്തിൽ ബാധിക്കും എന്ന, UDF-നെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ലേ നൃപൻ? അത് കുറച്ചുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതല്ല. കുറച്ചുകൂടി പിന്നോട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ച പ്രത്യേകമായിട്ടുള്ള മുന്നണി സംവിധാനത്തിൽ VD സതീശൻ പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ട്. അതുമുതൽ ആരംഭിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി കടന്നു വന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എത്തുന്ന ഘട്ടത്തിൽ തുല്യമായി കേരളത്തിൻ്റെ മതേതര സമൂഹത്തെ വിഭജിക്കുന്നതൊരു രാഷ്ട്രീയം UDF ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സർവാത്മന മുൻപ് പ്രതിരോധിക്കുന്ന UDF-ലെ ഒരു മതേതര നിലപാട് സ്വീകരിച്ചിരുന്ന ലീഗ് കൂടി അതിന് വശംവദരായി. ലീഗ് കൂടി ആ സമ്മർദ്ദത്തിന് മുന്നിൽ ചേർന്നു. ആ ഒരു അച്ചുതണ്ട് VD-യുടെ വിജയത്തിന് വേണ്ടി, പ്രത്യേകിച്ച് UDF-ൻ്റെ വിജയത്തിന് വേണ്ടി കളമൊരുക്കിയിട്ടുണ്ട് എന്ന കാര്യം ഈ രാഷ്ട്രീയം വിലയിരുത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. VD സതീശൻ്റെ സമ്മർദ്ദം ഏതു തരത്തിലുള്ള സമ്മർദ്ദമാണ്, എങ്ങനെയാണ് ഈ സമൂഹത്തെ സോഷ്യൽ മീഡിയയും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഡ് ചെയ്തതല്ല, പൊതുസമൂഹത്തെ തന്നെ വളരെ ഭാവി കേരളത്തിൻ്റെ പൊതു ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ പൊതുവായിട്ടുള്ള കേരളീയ സമൂഹം ആർജിച്ച പൊതുവായിട്ടുള്ള മതേതര ജനാധിപത്യ സങ്കല്പങ്ങളെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള വളരെ മോശം, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റി തീർത്തിട്ടുണ്ട്. അതിൻ്റെ മൂർത്തമായ, അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള അധികാര തർക്കവും വടംവലിയും മാത്രമായി മാറില്ല. ഭാവിയിൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് UDF-ലേക്കും അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള BJP സംഘപരിവാർ സംഘടനകൾക്കും വളം വയ്ക്കുകയും നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ ഡിവൈഡ് ചെയ്യുന്ന വളരെ ദൂരവ്യാപകമായി പ്രത്യാഘാതമുണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോവുകയാണ്. കളം നിറയാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം കഴിഞ്ഞ 10 വർഷമായി അമർച്ച ചെയ്യപ്പെട്ടിരുന്ന, മുൻനിരയിലേക്ക് വരാതിരുന്ന
പല കാരണങ്ങൾ കൊണ്ടും പ്രതിരോധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ദുർഭൂതങ്ങളെപ്പോലെ തിരിച്ച് കടന്നു വരാൻ പോവുകയാണ്. അതിന് വരും തലമുറയോട് കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും. ഇത് കേവലമായ മുഖ്യമന്ത്രി ചർച്ചയിൽ മാത്രം നിൽക്കില്ല. അങ്ങനെ ഈ വിഷയം വഷളാക്കാതെ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത് തീരുമാനിക്കണമായിരുന്നു. അങ്ങനെ ഈ ഒരു ആഘാതമുണ്ടാക്കുന്ന സോഷ്യൽ ലൈഫിന് ആഘാതമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് മുതിർന്ന KPCC മുൻ അധ്യക്ഷന്മാരെങ്കിലും ദില്ലിയിൽ പോയി പറയുമോ എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഷമ്മി. മുഖ്യമന്ത്രി തർക്കത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾ തമ്മിൽ പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശിനു വേണ്ടി വ്യാപക പ്രചാരണം. ജയിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്ന തലക്കെട്ടോടാണ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. VD സതീശിനായി സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് പ്രമോഷനെന്നും ആക്ഷേപം ഉയരുന്നു. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നാണ് സതീശൻ അനുകൂലികളുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളുടെ തലക്കെട്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എന്ന നിലയ്ക്കാണ് പ്രചാരണം കൊഴുക്കുന്നത്. 32 MLA-മാരുടെ പിന്തുണ VD സതീശനാണെന്നും പ്രചരണത്തിൽ പറയുന്നു. ഇതിനു പുറമെ സ്വകാര്യ ചാനലിന്റെ മുഖ്യമന്ത്രി സർവേയും VD സതീശൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സർവേയിൽ പങ്കെടുത്ത് VDക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അനുകൂലികൾ ആവശ്യപ്പെടുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ സ്വകാര്യ ചാനലിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ സർവേ പ്രത്യക്ഷപ്പെട്ടത്. ദില്ലിയിലെ ചർച്ചയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രമോഷനും പാടില്ല എന്ന് AICC കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് VD ക്യാമ്പ് വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നത്. അതേസമയം ഇത്തരം സമ്മർദ്ദത്തെ ഹൈക്കമാൻഡ് ഗൗരവത്തോടെയാണ് കാണുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ നേതാക്കൾക്കിടയിലും പ്രവർത്തകരിലും അതൃപ്തി. VD സതീശനായി ലീഗിന്റെ കടുത്ത സമ്മർദ്ദം തുടരുകയാണ്. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന് മറുവിഭാഗം. ഘടകകക്ഷികളുമായി ഇനി ചർച്ചയില്ലെന്ന് തുറന്നടിച്ച് രമേശ് ചെന്നിത്തല. തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി K മുരളീധരൻ. നിരീക്ഷകരെത്തി MLA-മാരുടെ കണക്കെടുത്തിട്ടും കോൺഗ്രസ് നടപടിക്രമങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെ ഹൈക്കമാൻഡിന് ആയിട്ടില്ല. നേതാക്കൾ ദില്ലിയിൽ നിന്ന് മടങ്ങിയിട്ടും കാത്തിരിപ്പ് തുടരുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കടുത്ത അതൃപ്തിയിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി എവിടെയെന്ന ചോദ്യത്തിന് ജനങ്ങളോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് മറുപടി പറയാനും ആകുന്നില്ല. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രഖ്യാപനം വൈകുന്നത് എന്ന ആക്ഷേപവും കോൺഗ്രസ് നേരിടുന്നു. ലീഗിന്റെ സമ്മർദ്ദത്തിന് പിന്നിൽ സതീശനാണെന്ന് KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായി ഇനി ചർച്ചയില്ല എന്ന് ചെന്നിത്തല തുറന്നടിച്ചു. എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല. എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. ഘടകകക്ഷികൾ വലിയ തോതിൽ ഈ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നു എന്നൊരു വികാരം പ്രവർത്തകർക്കിടയിലുണ്ട്, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ. അല്ല, അതെല്ലാം ചർച്ചകൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ആ ചർച്ചകളുടെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം ഉണ്ടാകുന്നത്. തീരുമാനം വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് K മുരളീധരനും രേഖപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ട്രെയിൻ സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. ദില്ലിയിൽ നടക്കുന്ന സമവായ നീക്കങ്ങളിലാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ള ഏക പ്രതീക്ഷ. തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 3 നേതാക്കളെയും വീണ്ടും ദില്ലിയിലേക്ക് വിളിപ്പിക്കും എന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ വേണുഗോപാലിന് വേണ്ടിയും ഫ്ലെക്സ് ബോർഡ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ KC എന്ന പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. ആലപ്പുഴ ആശ്രമം ജംഗ്ഷനിലാണ് പുതിയ ഫ്ലെക്സ് വച്ചിരിക്കുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഫ്ലെക്സുകൾ നീക്കം ചെയ്തിരുന്നു. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, KC വേണുഗോപാലിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിനായി വീണ്ടും ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, കഴിഞ്ഞ ദിവസം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ VD സതീശിന്റെ ഒക്കെ തന്നെ ഫ്ലെക്സുകൾ ഉയർന്നു വന്നിരുന്നു. അതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം KPCCയും ഹൈക്കമാൻഡും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ തടസ്സം പറഞ്ഞിരുന്നു. പക്ഷെ അതിനെയൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകളാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നത്. KC ക്യാപ്റ്റൻ എന്നുള്ള പേരിലാണ് അത് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. KCയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ KC കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ
KCക്ക് മത്സരിക്കേണ്ട മണ്ഡലം കൂടിയാണ് ആലപ്പുഴ എന്നാണ് പൊതുവെ കോൺഗ്രസിനിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഫ്ലെക്സും അതോടൊപ്പം തന്നെ പോസ്റ്ററുകളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.